ഞാൻ ഡാനിയലച്ചൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. പ്രിയമുള്ളവരെ, ഒരു ദിവസം കൂടി നിങ്ങളുമായി സംസാരിക്കാൻ കഴിയുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി, ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തക പഠന പരമ്പരയിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഡാനിയലച്ചൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. വെളിപാട് പുസ്തക പഠന പരമ്പരയിലെ 8ാമത്തെ എപ്പിസോഡിലാണ് ഇന്ന് നമ്മളായിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെളിപാട് 3-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മുടെ കർത്താവും മണവാളനുമായ ഈശോ മിശിഹ എഴുതുന്ന വെളിപ്പെടുത്തലാണ്, കത്താണ് ഫിലാദൽഫിയയിലെ സഭയ്ക്ക്. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കാം. ഫിലാദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക: പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഫിലാഡൽഫിയയിലെ സഭയെ നമ്മൾ എല്ലാ സഭകൾക്കും ഒരു പേര് കൊടുത്തിരുന്നത് പോലെ വിളിക്കാൻ കഴിയുന്ന പേരാണ് ഒരു വിശ്വസ്തയായ സഭ. ഈ സഭയെ സംബന്ധിച്ച് മണവാളനായ യേശുക്രിസ്തുവിന് യാതൊരു പരാതിയും ഉന്നയിക്കാനില്ല എന്നതാണ് ഈ സഭയുടെ അനന്യത, യുണീക്ക്നെസ്. സ്മിർനായിലെ സഭയെക്കുറിച്ച് വായിച്ചപ്പോഴും നമ്മളിത് കണ്ടതാണ്. സ്മിർനായിലെ സഭയോടും വളരെ പോസിറ്റീവായിട്ടാണ്, വളരെ നല്ലതായിട്ടാണ് ദൈവപുത്രൻ സംസാരിച്ചത്. നമ്മൾ തൊട്ടു മുമ്പ് കണ്ട സാർദീസിലെ സഭയിൽ നിന്ന് 30 മൈൽ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്തിരുന്ന ഒരു നഗരമാണ് ഫിലാഡൽഫിയ. നമ്മൾ ഓരോ സ്ഥലത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠമുണ്ട്. നമ്മൾ ഏത് സ്ഥലത്ത് താമസിക്കുന്നോ, അല്ലെങ്കിൽ ഏത് നഗരത്തിൽ, ഏത് രാജ്യത്തിൽ ജീവിക്കുന്നുവോ, അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ സ്വഭാവത്തിലും നിലപാടുകളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ജീവിക്കുന്ന നഗരത്തിൻ്റെ സംസ്കാരം, ചിന്താഗതികൾ, കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം നമ്മുടെ പെരുമാറ്റങ്ങളെ സ്വാധീനിക്കുന്ന വളരെ നിർണായക ശക്തികളിൽ ഒന്നാണ്. ഫിലാഡൽഫിയ എന്ന വാക്കിൻ്റെ പേര് ബ്രദർലി ലവ് എന്നാണ്. സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം, സഹോദര സ്നേഹം എന്നാണ്. ഇത് ആറ്റിലസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഈ നഗരം സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ സഹോദരനോട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അനാദൃശ്യവും നിസ്തുലവുമായ സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ് അയാൾ ഈ നഗരം സ്ഥാപിച്ചത്. ഫിലാഡൽഫിയയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില പ്രത്യേകതകളുണ്ട്. അത് ഓരോന്നോരോന്നായി ഞാൻ ആദ്യം വിവരിക്കാം, പിന്നീട് നമുക്ക് വചന വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. കിഴക്കൻ രാജ്യങ്ങളിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആയിരുന്നു, ഒരു വാതിലായിരുന്നു ഈ ഫിലാഡൽഫിയ. അങ്ങനെ പറയാൻ കാരണം 5 പ്രധാനപ്പെട്ട വാണിജ്യ പാതകൾ സംഗമിച്ചിരുന്നത് ഫിലാഡൽഫിയയിലാണ്. 5 മെയിൻ റോഡ്സ് കൺവേർജ്ഡ് ഇൻ ദിസ് ഏരിയ. യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കും ഇന്ത്യയിലേക്കും ചൈനയിലേക്കും എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഈസ്റ്റിലേക്ക്, കിഴക്ക് ഭാഗത്തേക്കുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ ഫിലാഡൽഫിയ കടന്നല്ലാതെ സാധ്യമായിരുന്നില്ല. ഈ നഗരം സ്ഥാപിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം തന്നെ വിജാതീയ മതങ്ങളുടെ പ്രചാരണം കിഴക്കൻ രാജ്യങ്ങളിലേക്ക് നിർവഹിക്കുന്നതിനായിരുന്നു എന്ന വിധത്തിലും ഒരു സൂചന നൽകപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിജാതീയ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾ നിറഞ്ഞു നിന്ന ഒരു നഗരമായിരുന്നു ഫിലാഡൽഫിയ. ഈ നഗരത്തിലെ ബഹുമാനിതരാകേണ്ട മനുഷ്യരുടെ പേരുകൾ നഗരത്തിൽ സ്ഥാപിതമായിരുന്ന വലിയ തൂണുകളിൽ എഴുതി വച്ചിരുന്നു, സ്തംഭങ്ങളിൽ കുത്തിവെച്ചിരുന്നു. ബഹുമാനിക്കാൻ രാജാവ് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ പേര് കുത്തിവെക്കുന്നതോടൊപ്പം ഇവരെ ബഹുമാനിക്കുന്ന രാജാവിൻ്റെ പേരും അതോടൊപ്പം തന്നെ ചേർത്ത് കുത്തിവെക്കുമായിരുന്നു. അതുകൊണ്ട് ഇത്രയും സൂചനകൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്കിനി ഈ നഗരത്തോട്, അല്ലെങ്കിൽ ഈ സഭയോട് ദൈവപുത്രൻ അരുളി ചെയ്യുന്ന കാര്യങ്ങളെ വായിച്ച് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, വിശ്വസ്തയായ ഒരു സഭയാണ് ഇത് സാർദീസിൽ നിന്ന് 30 മൈൽ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്തിരുന്ന മറ്റൊരു നഗരമാണ്. അറ്റിലസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനോടുള്ള സ്നേഹം കാണിക്കാനായി നിർമ്മിച്ച നഗരമായതുകൊണ്ടാണ് അതിന് സഹോദര സ്നേഹം എന്നർത്ഥമുള്ള ഫിലാഡൽഫിയ എന്ന പേര് വന്നത്. ഇത് തെക്ക് കിഴക്കൻ രാജ്യങ്ങളിലേക്ക് മധ്യപൂർവേഷ്യയിൽ നിന്ന്, ഏഷ്യ മൈനറിൽ നിന്ന് പോകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട പാതയായിരുന്നു. പ്രധാനപ്പെട്ട 5 വാണിജ്യ പാതകൾ സംഗമിച്ചിരുന്ന സ്ഥലമാണ്. ഏഷ്യയിലേക്കും ഇന്ത്യയിലേക്കും ചൈനയിലേക്കുമൊക്കെ യൂറോപ്പിൽ നിന്ന് യാത്ര ചെയ്യുന്നതിന് ഉണ്ടായിരുന്ന പാതകളെല്ലാം തന്നെ സംഗമിച്ചിരുന്ന സ്ഥലമാണ് ഫിലാഡൽഫിയ.
അതുകൊണ്ട് തന്നെ വിജാതീയ മതങ്ങളുടെ പ്രചാരണാർത്ഥം മിഷണറി പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു നഗരമാണ് ഫിലാഡൽഫിയ. അവിടെ ഇഷ്ടംപോലെ ക്ഷേത്രങ്ങൾ പണികഴിപ്പിച്ചിരുന്നു, വിജാതീയ ദേവന്മാരുടെ ബഹുമാനാർത്ഥമുള്ള ക്ഷേത്രങ്ങൾ. നഗരത്തിലുണ്ടായിരുന്ന മറ്റൊരു പതിവാണ്, നഗരത്തിലെ രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എല്ലാം പേരുകൾ നഗരവീഥികളിലുള്ള സ്തംഭങ്ങളിൽ കൊത്തിവെക്കും, അവരെ ബഹുമാനിക്കുന്ന രാജാവിൻ്റെ പേരും കൊത്തിവെക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനി ഞാൻ ബാക്കി വചന വ്യാഖ്യാനത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ വാക്യങ്ങളെയും നമ്മൾ കാണുന്നത്. ഫിലാഡൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക. വാക്യം 7. പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ, ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ നിന്റെ മുമ്പിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. കർത്താവ് മറ്റെല്ലാ സഭകളോടും പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്ന വിധം ശ്രദ്ധിക്കുക. പരിശുദ്ധനും സത്യവാനുമാണ് ദൈവം. ഇനി ഇവിടെ പഴയ നിയമത്തിൽ യെശയ്യാ പ്രവചനം 22-ാം അധ്യായത്തിൽ നിന്ന് ഒരു റെഫറൻസ് കൊണ്ടുവരികയാണ്. അത് ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ ഇപ്രകാരം പറയുന്നു. സൂചന നൽകപ്പെടുന്നത് നമുക്കറിയാം. യെശയ്യാ 22 ഷെബന എന്ന് പറയുന്ന ദുർമാർഗിയായ ഒരു പ്രധാന കാര്യസ്ഥനെ ദാവീദിൻ്റെ സിംഹാസനത്തിൻ്റെ അല്ലെങ്കിൽ രാജകൊട്ടാരത്തിൻ്റെ കാര്യവിചാരകനായിരുന്ന ഷെബനായെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ട് ഏലിയാക്കിമിനെ കാര്യസ്ഥനാക്കി ചുമതല ഏൽപ്പിക്കുന്ന ആ ചരിത്ര പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട വാക്യങ്ങളാണ് യെശയ്യാ 22:22. അപ്പോൾ ആ വാക്യം ഇവിടെ ഉദ്ധരിക്കുന്നതിൻ്റെ സൂചന എന്താണ്? അത് ഫിലാഡൽഫിയയിലെ സഭ അനുഭവിച്ചിരുന്ന ഒരു പ്രത്യേക വേദനയുടെ പശ്ചാത്തലത്തിലാണ് ഇവിടെ പറയുന്നത്. അത് തൊട്ടടുത്ത വാക്യങ്ങളിലുണ്ട്. നിനക്കല്പം ശക്തിയേ ഉള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം തള്ളിപ്പറഞ്ഞില്ല. ഇതാ, യഹൂദരാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെ അല്ലാതെ നുണ പറയുകയും ചെയ്യുന്ന സാത്താൻ്റെ സിനഗോഗിൽ നിന്നുള്ള ചിലർ, ഇതാ അവരെ ഞാൻ നിൻ്റെ കാൽക്കൽ വരുത്തി കുമ്പിടിക്കും, അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചെന്ന് അവർ ഗ്രഹിക്കും. യഹൂദരിൽ നിന്ന് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ഒരു സഭയായിരുന്നു ഫിലാഡൽഫിയയിലെ സഭ. ആ യഹൂദര് അവരുടെ മുമ്പിൽ വാതിലുകൾ അടയ്ക്കുകയും അവരുടെ ജീവിതത്തിന് പ്രതിബന്ധം തീർക്കുകയും ചെയ്തപ്പോൾ ദൈവമായ കർത്താവ് പഴയ നിയമത്തിലെ യെശയ്യാ പ്രവചനത്തിൽ ഷെബനായെ നീക്കി ഏലിയാക്കിമിനെ തൽസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതുമായി ബന്ധപ്പെട്ട വചനം ഉദ്ധരിച്ച് സംസാരിക്കുന്നതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം, ദൈവിക കൽപ്പനകൾ സ്വീകരിക്കാത്തവരും ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് തങ്ങളുടെ തന്നെ ഹൃദയ അഭിലാഷങ്ങളെ പിന്തുടർന്ന് മാറി നടക്കുന്നവരുമായ മനുഷ്യരെ, യഹൂദരെ, അവരുടെ ദൈവികമായ വാഗ്ദാനങ്ങളിൽ നിന്ന് ദൈവം അത് സ്വീകരിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് അവരെ തള്ളിക്കളയുകയും അതിന് പകരം ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത എന്ന നിലയിൽ യഹൂദര് തള്ളിക്കളയപ്പെടും എന്നല്ല ഇവിടുത്തെ സൂചന. ഫിലാഡൽഫിയയിലെ ആ നഗരത്തിലുണ്ടായിരുന്ന സിനഗോഗിലെ യഹൂദർ, ഇവർക്ക് ഉപദ്രവം സൃഷ്ടിച്ചിരുന്നവർ, അധികകാലം നിലനിൽക്കുകയില്ലെന്നും അവരിൽ നിന്നുള്ള പീഡനങ്ങൾ ഒരുപാട് നിങ്ങൾ അനുഭവിക്കേണ്ടി വരികയില്ലെന്നും ഷെബനായെ നീക്കിയതുപോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടുകളെ ദൈവം നീക്കിക്കളയും, നിങ്ങൾക്ക് ദൈവം തന്ന അവകാശങ്ങളെ ഉറപ്പിക്കും എന്ന അർത്ഥത്തിലാണ് ഈ യെശയ്യാ പ്രവചനത്തിലെ വാക്യം ഉദ്ധരിക്കുന്നത്. കർത്താവ് ഫിലാഡൽഫിയയിലെ സഭയോട് പറയുന്ന മനോഹരമായ ഒരു വാക്യം ഇങ്ങനെയാണ്: നിനക്ക് അല്പം ശക്തിയേ ഉള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. നമ്മുടെ സംഖ്യാബലമോ നമ്മുടെ എണ്ണമോ നമ്മുടെ സാമ്പത്തിക ശക്തിയോ നമുക്ക് ഒരു വലിയ വോട്ട് ബാങ്കാകാനുള്ള ശേഷിയോ ഒന്നുമല്ല നമ്മുടെ സ്വാധീനത്തെ നിർണയിക്കുന്നത്. അത് നമ്മൾ കർത്താവിൻ്റെ വചനം കാക്കുന്നതും ദൈവത്തിൻ്റെ നാമത്തെ, യേശുവിൻ്റെ നാമത്തെ തള്ളിപ്പറയാതിരിക്കുന്നതുമാണ് നമ്മുടെ സ്വാധീന ശക്തിയെ നിർണയിക്കുന്നത്. ഒരു സഭ ശക്തമാകുന്നത് ആ സഭ കർത്താവിൻ്റെ വഴിയിൽ വിശ്വസ്തയോടെ നിൽക്കുമ്പോഴാണ്. എ ലിറ്റിൽ ചേർച്ച് വിത്ത് എ ബിഗ് ഫെയ്ത്ത് ക്യാൻ ഡു മോർ തിങ്സ് ദാൻ എ ബിഗ് ചേർച്ച് വിത്ത് ലിറ്റിൽ ഫെയ്ത്ത്. ഒരു വലിയ വിശ്വാസമുള്ള ചെറിയ സഭയ്ക്ക് ചെറിയ വിശ്വാസമുള്ള ഒരു വലിയ സഭയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതിന് സമകാലികമായ നമ്മുടെ സഭാ മണ്ഡലത്തെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും.
സഭയിൽ എത്ര അംഗങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിൽ, നമ്മുടെ പാരിഷ് കമ്മ്യൂണിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രിയിൽ എത്ര ആളുകളുണ്ട് എന്നതൊന്നുമല്ല നമ്മുടെ പ്രവർത്തന ശേഷിയെ, നമ്മുടെ ഫലദായകത്വത്തെ നിർണ്ണയിക്കുന്നത്. പകരം നമ്മൾ എത്രമാത്രം ആ ആദിമ ഉറവിടത്തോട്, ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും വചനത്തോടുള്ള വിശ്വസ്തയോടും, അതുപോലെ തന്നെ യേശുവിൻ്റെ നാമത്തെ, ആ ഏകനാമത്തെ, രക്ഷയ്ക്കായി നൽകപ്പെട്ട അനന്യമായ നാമത്തെ തള്ളിപ്പറയാതെ ഏറ്റുപറയുന്നതിനുള്ള ക്ഷമതയുമാണ്, ആ സന്നദ്ധതയുമാണ് നമ്മുടെ സഭയെന്ന നിലയിലെ ശക്തിയെ നിർണ്ണയിക്കുന്നത്. വ്യക്തിജീവിതത്തിലും ഇത് ബാധകമാണെന്ന് പ്രിയപ്പെട്ടവർ ഓർക്കുമല്ലോ. വാക്യം 9, ഇതാ യഹൂദരാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണ പറയുകയും ചെയ്യുന്ന സാത്താൻ്റെ സിനഗോഗിൽ നിന്നുള്ള ചിലർ, ഇതാ അവരെ ഞാൻ നിന്റെ കാൽക്കൽ വരുത്തി കുമ്പിടിക്കും, അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചെന്ന് അവർ ഗ്രഹിക്കും. എൻ്റെ സഹനശക്തിയുടെ വചനം നീ കാത്തതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കാൻ ലോകമെങ്ങും വരാൻ പോകുന്ന പ്രലോഭനത്തിൻ്റെ മണിക്കൂറിൽ നിന്ന് ഞാനും നിന്നെ കാക്കും. ഇവിടെ പ്രിയപ്പെട്ടവരെ, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു വാതിൽ ഞാൻ നിന്റെ മുമ്പിൽ സ്ഥാപിക്കും എന്ന് പറഞ്ഞതിന് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ച ചില ചരിത്ര കാര്യങ്ങളുമായി ബന്ധമുണ്ട്. അതായത് വിജാതീയ മതത്തിൻ്റെ പ്രചാരണാർത്ഥം മിഷണറി ഉദ്ദേശത്തിനു വേണ്ടി പണി കഴിപ്പിച്ച നഗരമായിരുന്നല്ലോ ഫിലാഡൽഫിയ. വിജാതീയ ക്ഷേത്രങ്ങളാൽ നിറഞ്ഞു നിന്ന നഗരം. അവിടെ അത് കിഴക്കൻ രാജ്യങ്ങളിലേക്കുള്ള വാതിലായിരുന്നു എന്നും ഞാൻ സൂചിപ്പിച്ചു. ഈ പശ്ചാത്തലത്തിൽ കൂടി ഈ വചനത്തെ കാണേണ്ടതുണ്ട്. ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിൽ. യഹൂദര് നിങ്ങളുടെ മിഷണറി ശുശ്രൂഷയ്ക്ക്, ക്രിസ്തുവിൻ്റെ പ്രചാരണം നിങ്ങൾ നടത്തുമ്പോൾ, സുവിശേഷ വേല ചെയ്യുമ്പോൾ യഹൂദര് നിങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കിയാലും പ്രതിബന്ധം സൃഷ്ടിച്ചാലും ഞാൻ അവരുടെ തടസ്സത്തെ നീക്കിക്കളഞ്ഞ് ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിൽ, സുവിശേഷത്തിൻ്റെ സാധ്യതകൾ പരമാവധി തുറന്നു കിടക്കുന്ന വിധത്തിലുള്ള ഒരു വാതിൽ ഫിലാഡൽഫിയയിലെ സഭയ്ക്കായി സ്ഥാപിക്കും എന്ന അർത്ഥം കൂടി ആ വാക്യത്തിന് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അവനാണ് അധികാരം കൈയാളുന്നവൻ, അവനാണ് നിയന്ത്രിക്കുന്നവൻ. നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ് ഈ വാക്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. എൻ്റെ സഹനശക്തിയുടെ വചനം നീ കാത്തതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കാൻ ലോകമെങ്ങും വരാൻ പോകുന്ന പ്രലോഭനത്തിൻ്റെ മണിക്കൂറിൽ നിന്ന് ഞാൻ നിന്നെ കാക്കും. ക്രിസ്തുവിന് വേണ്ടി സഹിച്ചവർ, ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയാൻ ലോകം കൊണ്ടുവരുന്ന, സാത്താൻ്റെ സിനഗോഗ് കൊണ്ടുവരുന്ന എല്ലാ പ്രലോഭനങ്ങളെയും നേരിടും എന്ന് കർത്താവ് ഉറപ്പ് തരികയാണ്. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് മുറുകെ പിടിക്കുക. ഫിലാഡൽഫിയയിൽ അത്ലറ്റിക്സ് മത്സരങ്ങളുണ്ടായിരുന്നു. ആ മത്സരങ്ങളിൽ സമ്മാനിതരാകുന്നവരെ കിരീടം ധരിപ്പിക്കുന്ന ചടങ്ങ് കാണുന്ന ഒരു ജനമായിരുന്നു ഇവർ. ഈ പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ ഈ പരീക്ഷണം, വിശ്വാസത്തിൻ്റെ ഈ മത്സരം, നിങ്ങൾ പൊരുതി ജയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കിരീടം കൊണ്ടുവരുന്നു എന്ന ഒരു വാഗ്ദാനം കർത്താവ് തരുന്നത്. ആ കിരീടം ഞാൻ വേഗം വരുന്നു, നീ നിൻ്റെ വിശ്വസ്തമായ ജീവിതത്തിലൂടെ നേടിയെടുത്ത ആ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് മുറുകെ പിടിക്കുക. എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, നമ്മൾ വിശ്വസ്തത പുലർത്തുന്നില്ലെങ്കിൽ, നമ്മൾ കർത്താവിൻ്റെ ഹൃദയമനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ, നമുക്ക് വേണ്ടി ദൈവം തയ്യാറാക്കിയ ആ കിരീടം ഒരുപക്ഷെ അത് വില കൊടുക്കുകയും ഒരുപക്ഷെ അതിനെ മൂല്യമായി കാണുകയും അതിനുവേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന മറ്റൊരാളുടെ തലയിലേക്ക് ദൈവം വെച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശ്വസ്തത പുലർത്തുക, നിനക്കുള്ള കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. കിരീടം നഷ്ടപ്പെടാതിരിക്കാൻ ചെയ്യേണ്ടത് നിനക്കുള്ളത് മുറുകെ പിടിക്കുക എന്നതാണ്. അതെന്താണ്? ഒരിക്കൽ നമ്മൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ച, അപ്പസ്തോലന്മാർ നമ്മളെ പഠിപ്പിച്ച ആദിമ വിശ്വാസത്തിൻ്റെ അടിത്തറ ഇളകാതെ നിൽക്കണം. തിരുവചനത്തിൽ ആഴപ്പെടണം. പുതിയ നിയമത്തിലെ വചനങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. വ്യാജ ഉപദേശങ്ങൾ ധാരാളമായി പെരുകുന്ന ഒരു കാലമാണിത്. അഭിവൃദ്ധിയുടെ സുവിശേഷം നാല് ചുറ്റിനുമുണ്ട്. ഇവിടെ എന്താണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശുശ്രൂഷ, യഥാർത്ഥ സുവിശേഷം? സഹനത്തിൻ്റെ വഴിയിലൂടെ, കുരിശിൻ്റെ വഴിയിലൂടെ കർത്താവിൻ്റെ ജീവിതം നയിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ക്രിസ്തീയ ജീവിതം. ലോകത്തിലെ നേട്ടങ്ങൾ കൊയ്യാനുള്ള വ്യാജ ഉപദേശങ്ങളുടെ പിന്നാലെ പോകാതെ നിനക്ക് ദൈവം നൽകിയ ശരിയായ ഉപദേശത്തെ മുറുകെ പിടിച്ചാൽ കർത്താവ് പറയുകയാണ്, നിന്റെ കിരീടം ആരും കവർന്നെടുക്കുകയില്ല. വാക്യം 12, വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും. ഞാൻ നേരത്തെ
ഫിലാഡൽഫിയയെക്കുറിച്ച് വിവരിച്ച വിവരണങ്ങളിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് പറഞ്ഞത്? രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പേരുകൾ നഗരവീഥിയിലെ സ്തംഭങ്ങളിൽ കൊത്തിവെക്കുമായിരുന്നു. രാജാവിൻ്റെ പേരും കൊത്തിവെക്കുമായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കർത്താവ് പറയുകയാണ്, നീ ഈ പരീക്ഷണത്തിൻ്റെ വഴിയിൽ വിശ്വസ്തയോടെ ജീവിച്ച് വിജയം വരിച്ചാൽ ഞാൻ നിന്നെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും. അവൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ നാമവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവരുന്ന ദൈവനഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ എഴുതും. സഭയുടെ നാമം, ഈശോയുടെ നാമം, ദൈവത്തിൻ്റെ നാമം വിശ്വസ്തത പുലർത്തുന്നവൻ്റെ നെറ്റിയിൽ എഴുതപ്പെടും. അതുപോലെ തന്നെ അവനെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കി മാറ്റും. എന്താണ് ദൈവത്തിൻ്റെ ആലയത്തിലെ സ്തംഭമാക്കും എന്ന് പറഞ്ഞാൽ? തെരുവീഥികളിലെ സ്തംഭമാക്കും എന്നല്ല. ദേവാലയത്തിലെ സ്തംഭം എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടത്തെ, ഒരാലയത്തെ താങ്ങി നിർത്തുന്നത് അതിൻ്റെ സ്തംഭങ്ങളാണ്, അതിൻ്റെ തൂണുകളാണ്. സഭയെ താങ്ങി നിർത്തുന്ന അടിത്തറയായി വിശ്വസ്ത ജീവിതം നയിക്കുന്നവർ മാറും. നമ്മളെപ്പോഴും ഓർക്കേണ്ടതുണ്ട്, നമ്മൾ പുറമേ കാണുന്ന കെട്ടിടങ്ങളോ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഒരുപക്ഷെ ലോകം തിരിച്ചറിഞ്ഞിട്ടുള്ള ശുശ്രൂഷകളോ ലോകം മഹത്വം നൽകിയിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളോ സാമൂഹിക സേവനങ്ങളോ ഒന്നുമല്ല ഒരു സഭയെ ഇപ്പോഴും നിലത്ത് വീഴാതെ, തകർന്നു വീഴാതെ താങ്ങി നിർത്തിയിരിക്കുന്നത്. അത് അടിസ്ഥാന വിശ്വാസത്തിൽ വെള്ളം ചേർക്കാതെ സഹനത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒരു വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് അധികമാരാലും അറിയപ്പെടാതെ ജീവിക്കുന്ന അനേക കോടി സത്യവിശ്വാസികളുടെ സത്യവിശ്വാസത്തിൻ്റെയും വിശ്വസ്തതയുടെയും തൂണുകളിലാണ് തിരുസഭ ഇന്നും തകരാതെ താങ്ങി നിർത്തപ്പെട്ടിരിക്കുന്നത്. അവരുടെ മേൽ ദൈവത്തിൻ്റെ നാമമുണ്ട്, യേശുവിൻ്റെ നാമമുണ്ട്. അവരാണ് സഭയുടെ യഥാർത്ഥ മുഖം, സഭയുടെ യഥാർത്ഥ നാമം. രണ്ടാമതായിട്ട് ദേവാലയത്തിലെ സ്തംഭമാക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരെപ്പോഴും ദൈവസാന്നിധ്യത്തിൽ ആയിരിക്കും. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളല്ല, ദൈവത്തിൻ്റെ തന്നെ ഒരിക്കലും വിട്ടുപിരിയാത്ത സാന്നിധ്യമാണ്. അത് നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ടതുണ്ട്. ലത്തീൻ കുർബാനയിലാണ് പുരോഹിതൻ ചൊല്ലുന്ന ഒരു രഹസ്യ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഞാൻ ഒരിക്കലും നിന്നിൽ നിന്ന് വേർപെട്ടു പോകാൻ ഇടയാകരുതേ. മലങ്കര കുർബാനയിലും അങ്ങനെ ഒരു പ്രാർത്ഥന ശ്രദ്ധിച്ചിട്ടുണ്ട്: ശപിക്കപ്പെട്ടവരെ എന്നിൽ നിന്ന് അകന്നു പോകുമെന്നുള്ള ആജ്ഞാവചനം കേൾക്കാൻ എനിക്ക് ഇടയാകരുതേ. നമുക്ക് ഈ ഭൂമിയിൽ കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുക എന്നതാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു വാചകം ഓർമ്മയില്ലേ? എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക. കർത്താവിൽ നിന്ന് ഹൃദയം കൊണ്ടൊരിക്കലും അകന്നു പോകാതെ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടാകാനും നമ്മൾ ഈ ദിവസം പ്രാർത്ഥിക്കണമെന്ന് കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ സഭയാകുന്ന ആലയത്തെ താങ്ങി നിർത്തുന്ന സ്തംഭമായും അതുപോലെ ദൈവസാന്നിധ്യം നഷ്ടപ്പെടാത്ത ദേവാലയത്തിലെ സ്തംഭമായും വിശ്വസ്തത പുലർത്തുന്ന സഭാമക്കളെ ദൈവം മാറ്റും എന്ന വാഗ്ദാനം പറഞ്ഞിട്ട് അവസാനത്തെ വാക്യം, 13-ാമത്തെ വാക്യം പറയുകയാണ്: ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതും ആവർത്തിക്കപ്പെടുന്ന, മിക്കവാറും എല്ലാ കത്തുകളിലും ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നമ്മുടെ സജീവമായൊരു ശ്രദ്ധ ഉണ്ടാകണം എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അത്. പ്രിയപ്പെട്ടവരെ, ഇത് അക്കാദമികമായ ഒരു ബൗദ്ധികമായ പഠനമായി നിങ്ങൾ കാണരുത്. ഈ വചനങ്ങൾ സംസാരിക്കുന്നത് നമ്മളോടാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ, ആത്മാവ് സഭകളോട് പറയുന്നത് എന്ന ആഹ്വാനം നമ്മൾ ഈ വചനങ്ങളെ ഒന്നും നിസ്സാരമായി എടുക്കരുത് എന്ന ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, വചന പഠനത്തിന് നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറയുന്നു. ഒരു വർഷത്തെ വചന വായനയ്ക്ക് ശേഷം നമ്മൾ ബൈബിളിലെ അവസാനത്തെ ഗ്രന്ഥം സൂക്ഷ്മതയോടെ വായിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും ഒരുപക്ഷെ നേരിട്ട് വചനം പഠിപ്പിക്കാനോ അല്ലെങ്കിൽ വീഡിയോയിലൂടെ വചനം പഠിപ്പിക്കാനോ ഒക്കെയുള്ള, അല്ലെങ്കിൽ ഒരു ഓഡിയൻസൊക്കെ ഉള്ളപ്പോൾ വചനം പഠിപ്പിക്കാനൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ തിരക്കിട്ട ഓട്ടത്തിനും യാത്രകൾക്കുമിടയിൽ എനിക്ക് ഏറ്റവും സൗകര്യം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വചനം നിങ്ങളോട് പങ്കുവെക്കുന്നതാണ്, പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു സങ്കേതത്തെ സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓരോ എപ്പിസോഡും ശ്രദ്ധയോടെ കേട്ട് നോട്ടുകൾ എഴുതി നിങ്ങൾ വെളിപാട് പുസ്തകത്തിൻ്റെ വളരെ മനോഹരമായ ഒരു പാഠം ജീവിതത്തിൽ ഏറ്റെടുത്ത് കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി ഒരുങ്ങണം എന്ന സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നോട് നിങ്ങൾ കാണിക്കുന്ന ആ വലിയ സ്നേഹത്തിന് ഞാനെപ്പോഴും നിങ്ങളോട് നന്ദിയുള്ളവനാണ്. നിങ്ങളുടെ ഈ സ്നേഹത്തെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്.
അടുത്ത എപ്പിസോഡിൽ വീണ്ടും നിങ്ങളെ വെളിപാട് പുസ്തകത്തിൻ്റെ പഠനവുമായി കണ്ടുമുട്ടുന്നതിന് മുമ്പ് നിങ്ങളറിയണം, ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം. ദൈവനാമം മഹത്വപ്പെടും.